ബ്രോക്കർ പറഞ്ഞ പെണ്ണ് നല്ലതൊക്കെ തന്നെ, നമ്മളെ ചെറുക്കനും കൂടെ നല്ലതാവണ്ടേ? അല്ല, നമ്മളെ ചെറുക്കനെ പെണ്ണിനെ ഇഷ്ടപ്പെടണ്ടേന്ന്. എനിക്കിഷ്ടമൊക്കെ തന്നെ അമ്മ. ഞാൻ വേണമെങ്കിലേ ഫോണിൽ കൂടെ ഇപ്പൊ കല്യാണം കഴിക്കാം. ആക്രാന്തം കാണിക്കാത്തതാ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്ത കണക്ക്. ആക്രാന്തം കാണിക്കാത്ത ഒരുത്തനെ ഞാൻ നോക്കട്ടെ. എന്താ പ്രശ്നമുണ്ടോ? ശരി ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ ബ്രോക്കർ ഒരു സ്വൈര്യം തരണില്ല എനിക്ക്. കല്യാണം കഴിക്കാതെ എനിക്കും സ്വൈര്യം ഇല്ല. എന്നാ പിന്നെ ഇവനെ ആ ബ്രോക്കറിനെ പിടിച്ചങ്ങ് കെട്ടിച്ചാല സ്വൈര്യങ്ങൾ തമ്മിൽ പാച്ചപ്പാവട്ടെ. എടാ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കെട്ടിയാ പോരെ? ഇത് കണ്ട കണ്ട് രോമല്ലേ? അല്ല, നരച്ച് കുരച്ച്. നീ ഒന്ന് അടങ്ങ്. നിനക്ക് നല്ലൊരു സൽസ്വഭാവിയ കുട്ടിയെ തന്നെ ഞാൻ കണ്ടുപിടിച്ച് തരും. എനിക്ക് അങ്ങനത്തെ ഡിമാൻഡൊന്നും ഇല്ല അമ്മ. ആരെങ്കിലും കിട്ടിയാ മതി. അന്വേഷിച്ച് നടക്കാൻ സമയമില്ല. എടാ മക്കളെ, ഈ കല്യാണം എന്നൊക്കെ പറയണതേ ഇരു വീട്ടുകാരും ഇരുന്ന് മനസ്സമാത്തോടെ ഇരുന്ന് സംസാരിച്ച് ചായയും പലഹാരവും ഒക്കെ കഴിച്ച് കാർന്നവന്മാരെല്ലാം മുറുക്കാനിക്ക ചവച്ച് നിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി. അല്ല, മുഖം കണ്ട തുപ്പാൻ തോന്നും, പക്ഷെ തുപ്പൂല. അങ്ങനെയൊക്കെയാണ് നാട്ടു നടപ്പ്. അങ്ങനെയാണ് കല്യാണം നടത്താറുള്ള. നാട്ടു നടപ്പ് അങ്ങനെയാണെങ്കിലേ അച്ഛൻ കെട്ടിക്കും. ജലജേ, നിങ്ങളെങ്ങാനും കെട്ടിയാലേ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും ഞാൻ. അയ്യോ അതല്ല, ഇവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ. ഒന്ന് കെട്ടിയത് പോരെ, എനിക്ക് രണ്ടാമത് വാങ്ങാൻ പറ്റൂല. അങ്ങനെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ. യവന് നോക്കുന്ന കൂട്ടത്തിൽ എനിക്ക് വല്ല പെണ്ണിനെ നോക്കുന്ന സ്കീമുണ്ടോ? ഐ മീൻ ഈ ബൈ വൺ ഗെറ്റ് വൺ പോലെ, അനിയത്തിമാരോ കസിനോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനത്തെ ഒരു സ്കീമും തൽക്കാലം ഇപ്പൊ പ്ലാൻ ചെയ്യുന്നില്ല. ഓക്കേ, ഐ ആം സ്റ്റിൽ യങ്. നീ ബ്രോക്കർ പറഞ്ഞ കൊച്ചി എങ്ങനെ ഉണ്ട്? കാണാനേ എന്റെ അത്ര ഇല്ല. എന്നാ നല്ലതായിരിക്കും, ഉറപ്പിക്കാൻ. നല്ല സുന്ദരിയായിരിക്കും. അത് മതി. 10 1 ഉള്ളൂ, അതാണ് മെയിൻ കാര്യം. അയ്യോ എന്റെ അമ്മ, 10 1 A+, 2 A+ ആയത് എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് മൊത്തം D+ അല്ലായിരുന്നാ. +2 അതുപോലും ഇല്ലായിരുന്നു. എടാ 10 പൊരുത്തം 1 ഉള്ളൂന്ന്. നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണ? പൊരുത്തം വിട്ട് ഒരു കളിയില്ല. ആ സാവിത്രിയുടെ മോളെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം എന്താണ് സംഭവിച്ച? ലൈഫ് കോഞ്ഞാട്ടായില്ലേ? ഏത് സാവിത്രി? അക്കരക്കരയില? ആ സാവിത്രി അല്ല, ഇവൾ ഗംഗ ഞാൻ യമുന സീരിയലിലെ സാവിത്രിയുടെ മോളെ. മഹാ എപ്പിസോഡല്ലായിരുന്നാ? ഭയങ്കര സംഭവമായിരുന്നത്. ഓ, സീരിയൽ അപരാധം. അച്ഛാ, ഈ വീട്ടിൽ ഉയർന്ന ചിന്താഗതി ഉള്ളത് അച്ഛനാണ്. അറിയാം. അതുകൊണ്ട് 3G ജീവിതം നയിക്കണം. കൊച്ചനെ, ഇത് പിള്ളേരെ കളിയല്ല. ലൈഫിൽ ഒരു പ്രാവശ്യം കല്യാണം നടക്കണം. എവന്റെ കയ്യിൽ പൂജ 2 3 നോക്കാൻ നടക്കും. പക്ഷെ വാക്ക് പറയാതിരിക്കടാ അമ്മ. എന്നാ പിന്നെ ബ്രോക്കർ പറഞ്ഞ പെണ്ണ് വേണ്ട. വേറെ ആരെങ്കിലും അമ്മയുടെ കയ്യിലുണ്ടാ? എന്റെ കയ്യിൽ 5 പെമ്പിളരുണ്ട്. 4 പേര് ഭയങ്കര ഉറക്കം. ഒരാൾ കോളേജിൽ പോയേക്കാണ്. എന്താ ഇത്? ഞാൻ പെമ്പിളരും ചുമന്ന് നടക്കണം. കോളേജിൽ പഠിക്കുന്ന സമയത്ത് വീട്ടുകാരെ പേടിച്ച് പ്രേമിക്കാൻ പോലും നടന്നിട്ടില്ല. അന്ന് അതിനൊക്കെ നോക്കി കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. അപ്പൊ ഈ സ്റ്റെല്ല, പാർവതി, അഞ്ജന, സൂറേഖ അതൊക്കെ വീട്ടുകാർ പോയിട്ട് അതുപോലും അറിഞ്ഞിട്ടില്ല ഞാൻ പ്രേമിക്കുന്ന കാര്യം. അപ്പൊ ഞാൻ തന്നെ ഭേദം പെണ്ണുങ്ങളെ സ്പർശനമെങ്കിലും അറിഞ്ഞിട്ടുണ്ട്. എടാ, എനിക്കറിയാവുന്ന ഒരു കൊച്ചുണ്ട്, നോക്കട്ടാ. കോമൺ സിൽക്സിൽ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന ഡമ്മി പെണ്ണു വല്ലതും തന്നെ അല്ലാന്ന്. എന്നാ പിന്നെ 54 വയസ്സായ അമ്മച്ചി. ഓടാ അവിടെ നിന്ന്. മക്കളെ, നല്ല പെൺകൊച്ചാണ്. നിനക്ക് മാച്ച് ദ ഫോളോയിങ് ആണ്. മതി അച്ഛാ, എനിക്ക് ആ പെൺകുട്ടിയെ മതി. എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മ ഡേറ്റ് ഫിക്സ് ചെയ്തോളൂ. എടാ ഫോട്ടോ എങ്കിലും കാണും. അച്ഛാ ആ കൊച്ചിനെ പറ്റി വർണ്ണിച്ചപ്പോഴേ എനിക്ക് ആ രൂപം കിട്ടി. അതിന് അച്ഛൻ ഒന്നും വർണ്ണിച്ചില്ലല്ല. അച്ഛന്റെ ഉള്ളിലുള്ള വർണ്ണനെ എനിക്ക് അറിയാൻ പറ്റും. ഇതിനൊരു എതിരഭിപ്രായം വേണ്ട, എനിക്ക് അതിനെ മതി. ഇതിനെല്ലാരും ഫോളോ അപ്പ് ചെയ്തോളൂ. എടാ നല്ലോണം നോക്കിയിട്ട് പോരെ. അമ്മ, ഇനി ഒരു യൂസ്ലെസ് സ്റ്റോക്ക് വേണ്ട. എനിക്ക് ഇതിനെ മതി. ഇനി ഇതിനെതിരെ നിങ്ങൾ നിന്നാ ഞാൻ ഒളിച്ചോടി കല്യാണം കഴിക്കും. അതിന് പെണ്ണ് വേണ്ടേ? എന്നാ ഞാൻ ഒറ്റയ്ക്ക് എന്നെ തന്നെ കല്യാണം കഴിച്ചിട്ട് ഒളിച്ചോടാ. ഞാൻ ഒരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യും. അവൻ പറഞ്ഞതുപോലെ വല്ല ചെയ്താലേ എനിക്കൊരു ഭാവിയുള്ളതാണ്, മറക്കല്ലേ. നിങ്ങൾ പറഞ്ഞ പെൺകൊച്ചു ഓക്കെയാണ്? ഓക്കെയാണ്, 100% അബ്സല്യൂട്ട്ലി ഷുവർ. ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിക്കണ്? നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് എല്ലാ ഏരിയ എണ്ണ ഏരിയ. എന്നാ നോർത്തിനെ എനിക്കും കൂടെ ഒരു പെണ്ണ് പെട്ടെന്നാവട്ടെ. എന്തൊക്കെ ആണെങ്കിലും പൊരുത്തമൊക്കെ നോക്കിയിട്ട് ബാക്കി ചെയ്താ മതി കേട്ടാ. അതൊക്കെ നമുക്ക് നോക്കാം. എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട. തൊടുപുഴയുള്ള ശ്രീ തൃക്കാവടി അഴകപ്പൻ സ്വാമികളെ പോയി കാണാം. എന്തൊരു കാര്യം വന്നാൽ ഈ അഴകപ്പൻ സ്വാമികളെ കാണാൻ പോവാ എന്തിനാ ഈ അമ്മ പറയണ? എവക്ക് വല്ല കമ്മീഷനും തടയുമായിരിക്കും. പിന്നെ താമസിക്കാതെ പെട്ടെന്ന് ഒരുങ്ങി വാ നീ. ഞാനില്ല, എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. എവനെ വിളിച്ചോണ്ട് പോയി. ഞാൻ വരാം. നല്ല കാര്യത്തിന് പോണതല്ലേ ജലജി. അവനെ എന്നാ പിന്നെ അച്ഛനെ ഒഴിവാക്കാം. നല്ല കാര്യത്തിനല്ലേ പോണ. ഞാനും അമ്മയും കൂടെ പൊയ്ക്കോളാം. എന്നാ പിന്നെ പെട്ടെന്ന് ഡ്രസ്സ് മാറിവാ. അല്ലെങ്കിലേ നിന്റെ ചേട്ടൻ ഒറ്റയ്ക്ക് കല്യാണം കഴിച്ച് ഒളിച്ചോടി കളയും. ഇതൊക്കെ ആര് കണ്ടുപിടിക്കണതാണ് എന്തോ ഈ ഒറ്റയ്ക്ക് കല്യാണം കഴിപ്പിക്കുക? സോഷ്യൽ മീഡിയ
ഹോ, ഇതൊന്നും ഇല്ലാത്ത കാലം തന്നെയായിരുന്നു നല്ലത്. തന്നെ എന്നാ അച്ഛന്റെ കയ്യിലിരിക്കുന്ന ഫോണെ തല്ലി പൊട്ടിച്ച് കളയും. അയ്യോ അത് പറ്റൂല. വാട്സാപ്പിൽ എനിക്ക് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ് ഒക്കെ അയക്കാളെയാണ്. നീ വേഗം വാ. എന്റെ തൃക്കാവടി അപ്പ കാക്കണേ. അങ്ങനെ ചേട്ടച്ചാർക്കും പെണ്ണ് കിട്ടി. ഇനി അനിയച്ചാർക്ക് എന്നാണെന്തോ പെണ്ണ് കിട്ടണ. അതാരി? ഞാൻ തന്നെ. എടാ നിന്റെ കാര്യവും നടക്കും. നടക്കും. ഏത് നൂറ്റാണ്ടിലാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. വീട്ടിലെല്ലാരും അവന്റെ കല്യാണ തിരക്കിലല്ലേ. എടാ നിന്റെ ചേട്ടന്റെ പ്രപ്പോസൽ എങ്ങനെയാണ് വന്നതെന്ന് അറിയാമോ? വല്ല ബ്രോക്കറാ കുടുംബക്കാരാ വഴി വന്നതായിരിക്കും. അല്ല, ജോഡി ആപ്പ് വഴി. ജോഡി ആപ്പാ? ഓ എടാ, ജോഡി എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള മാട്രിമോണി ആപ്പാണ്. ഇതിന് ലക്ഷക്കണക്കിന് വെരിഫൈഡ് പ്രൊഫൈൽസ് ഉണ്ട്. ആഹാ, ഇത് യൂസ് ചെയ്യാൻ എളുപ്പമാണോ? പിന്നല്ലാതെ ഇത് മലയാളത്തിലും ഉണ്ട്. രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എങ്കിൽ പിന്നെ എന്റെ ജോഡിയും ജോഡി ആപ്പ് വഴി കണ്ടുപിടിക്കല്ലേ. നീ ആദ്യേ നല്ലൊരു ഫോട്ടോ എടുക്ക്, ബാക്കിയൊക്കെ ജോഡി നോക്കിക്കോളും. ഫോട്ടോസ് ഒക്കെ ആവശ്യത്തിലധികം ഉണ്ട്. ഇതാ നോക്കിയാണി. എല്ലാം ചെവളെ കുത്തി കീറിയ ഫോട്ടോസ് തന്നെ. എടാ നല്ല ഫോട്ടോസ് വേണോടെ. എന്നാ അച്ഛൻ പോണ വഴിക്ക് നല്ല ഫോട്ടോസ് എടുത്തിട്ടും കാര്യമില്ല, മോന്ത നല്ലതായിരിക്കണ്ടേ. ഇതാണോ പയ്യൻ? ഞാൻ 6-7 മാസം കഴിഞ്ഞിട്ടുള്ള പയ്യനാണ്. ഇപ്പോഴത്തെ പയ്യൻ എന്റെ ചേട്ടനാണ്. പയ്യനല്ല, മുതുക്കനാണ്. സോമി എല്ലാം നോക്കിയിട്ടൊന്ന് പറയണം. മഹേഷ്, 27 വയസ്സ്, മൂലം നക്ഷത്രം, കെങ്കേമം. എന്തൊരു മൂലോ? അത്രയ്ക്കൊന്നും ഇല്ലാതെ. അല്ല, നല്ല പൊരുത്തമുണ്ടെന്ന് പറഞ്ഞു വരികയായിരുന്നു. ഈ പയ്യനിപ്പോൾ പുറത്താണല്ലേ? പ്രവചന സിംഹം തന്നെ കണ്ടുപിടിച്ച് കളഞ്ഞ്. പുറത്തൊന്നും പോയില്ല, നാട്ടിൽ തന്നെ ജോലി, IT കമ്പനിയിലാണ്. അതിലേക്ക് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. ഉയർന്ന ശമ്പളമുള്ള ജോലി. വീണ്ടും ഞെട്ടിച്ചു കളഞ്ഞ പ്രവചനം. 8,000 കുണുവേണ് ശമ്പളം. അവന്റെ വട്ടച്ചിലവൊക്കെ നടന്നു പോയിക്കോളും. ഓൺലൈൻ ആയിരുന്ന സോമി കയ്യിൽ നിന്ന് പോയപ്പോ ഫുൾ ഓഫ്ലൈനായി. പ്രഡിക്ഷൻ മൊത്തം തേഞ്ഞ്. ചുമ്മാതിടാ, ഗുരുവിനെ നിന്ദിക്കരുത്. അതിനെപ്പോ ഇങ്ങനെ എന്നെ പഠിപ്പിച്ച്. അത് കാണുന്നു, നമ്മളും അത് കാണുന്നു. എന്തേ? മുട്ടക്കാട്ടം പിടിച്ച 2 പല്ലി. തൂറിയിടോ. ഞാൻ പറഞ്ഞത് കല്യാണത്തിന്റെ കാര്യമാണ്. നിങ്ങളുടെ മകനും ഭാവി വധുവും 100 വർഷം വരെ ജീവിക്കും. 100 വർഷം? അവ അനുഭവിക്കാൻ കിടക്കണതേ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മരുമകളായിരിക്കും അവൾ. റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം. മറിച്ചെങ്ങാനും സംഭവിക്കണമെങ്കിൽ ഇങ്ങേരെ വന്നടിക്കാം. അവൾ കണ്ണിലെ കരടായിരിക്കും. ഐ മീൻ കരളായിരിക്കും. കണ്ണിലെ കരളാ? മഹേഷ് കെട്ടണ പെണ്ണല്ലേ? ഇങ്ങനെയൊക്കെ തന്നെ. അവൾ കയ്യിൽ വിളക്കുമേന്തി വരുമ്പോൾ കുടുംബം മൊത്തം ജ്വലിച്ച് നിൽക്കും. എനിക്കിത് കേട്ടാ മതി, എന്റെ കുടുംബം പ്രകാശിക്കും. ജ്വലിക്കുക എന്നുള്ളതിനെ കത്തി നശിക്കുന്നും കൂടെ അർത്ഥമുണ്ട്. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. നമ്മൾ വരണതിന് മുമ്പ് ഒരു ഊശാന്താടി വെച്ചൊരുത്തം വന്ന. അല്ല, അവനാണ് എന്റെ ചേട്ടൻ. അവനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കല്യാണം നടത്തണോന്ന്. വല്ല കൈമടക്കം തന്ന. പ്രായം 27 ആയി. 27 നടത്തിയില്ലെങ്കിൽ പിന്നെ 45 കല്യാണം നടക്കൂ. 45 പിന്നെ എന്തിനു കെട്ട് സാമി? മൂക്കില് പല്ല് മുളയ്ക്കൂലേ? മുളയ്ക്കോ? ഒന്നുകൊണ്ടും പേടിക്കണ്ട. 10ൽ 10 പൊരുത്തമുണ്ട്. കാര്യങ്ങൾ വേഗത്തിലാക്കൂ. വലിയ ഉപകാരം. ഇതാ സ്വാമി, കനത്തിനുണ്ട്. 5ന്റെ 2 തുട്ട. എന്താ ദക്ഷിണ കൂടിപ്പോയോ? എങ്കിൽ അതിൽ 5 രൂപ തിരിച്ചു തന്നാ മതി. യവന്മാരെങ്ങനെ വെറുതെ വിട്ടാ പറ്റൂല. ചില്ലറയും തന്നിട്ട് ഞാൻ പിച്ചക്കാരനാ. നീ കണ്ടിട്ട് അങ്ങനെ തോന്നിയാൻ തോ. അപ്പോ ശരി, വാടാ. പോകാൻ വരട്ടെ. എന്താ സ്വാമി? ജാതകത്തിൽ എന്തോ ഒരു പ്രശ്നം കാണുന്നുണ്ട്. ഇത്രയും നേരം ഒരു പ്രശ്നമില്ലായിരുന്നല്ല, പെട്ടെന്ന് അവിടെ നിന്ന് പ്രശ്നം വന്ന്. അതിപ്പോഴാണ് എന്റെ 6ാം ഇന്ദ്രിയം തുറന്നത്. അതിലൂടെ ഞാനൊരു പ്രശ്നം കാണുന്നുണ്ട്. അയ്യേ, ഇപ്പൊ അതിൽ കൂടെയൊക്കെയാണ് കാണുന്നത്. എടാ, 6th സെൻസ് പറഞ്ഞാലും സ്വാമി. പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ പരിഹരിക്കണം. പരിഹരിച്ചില്ലെങ്കിൽ മരണം ഉറപ്പ്. അപ്പൊ പരിഹരിക്കാം. പരിഹാരം ചെയ്യുന്ന നേരത്ത് നിങ്ങൾക്ക് മാനസികമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. വ്യക്തമായില്ല. ഇത് കഴിയുമ്പോ എല്ലാത്തിനും ഭ്രാന്ത് പിടിക്കുന്നു. പരിഹാരങ്ങൾ പറഞ്ഞാലും നോമത് നടപ്പാക്കാം. പറയാ. മുട്ടം പണി കൊടുക്കണം പട്ടികൾക്ക്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ കല്യാണം വേണ്ടെന്ന് വയ്ക്കാം.
പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സ്വാമി പറഞ്ഞു തന്ന്. എന്തൊരു പരിഹാരം? അത് പരിഹാരം നമ്പർ 1. വീട്ടിലെ പ്രായം കുറഞ്ഞ ആളെ മൊട്ടയടിപ്പിച്ച് വായിൽ 20 ശൂലം കുത്തിക്കയറ്റി 500 ശയന പ്രദക്ഷിണം എടുപ്പിക്കണം. ഈ പ്രായം കുറഞ്ഞ ആളെന്ന് പറയുമ്പം ആലോചിക്കാനൊന്നുമില്ല, നീ തന്നെ. പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞിട്ട് എനിക്കിട്ട് പ്രശ്നം ഉണ്ടാക്കണ. എന്നെ കൊണ്ടൊന്നും പറ്റൂല, ഞാൻ ചെയ്യൂല. ചെയ്താലേ പറ്റൂ. അവൻ ചെയ്യും. എന്നിട്ട് അവ ഇവിടെ അച്ഛാ, അവ ഒടുക്കത്തെ ഓട്ടം കിട്ടണില്ല. അവസാനം ഞാൻ ചൂടോട്ടേക്ക് ഇറങ്ങിയിട്ട് തുണി പിടിച്ച് കെട്ടിയിട്ടുണ്ട്. വന്നാണി എന്നെ അടിച്ചുവിടെ. മക്കളെ കിടന്ന് കരയല്ലേ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. എന്റെ വാല് ശൂലം കുത്തി കെട്ടിട്ടാ നല്ല കാര്യം നടത്തണത്. എടാ വലിയ വേദന ഒന്നും കാണൂല. നമ്മൾ ഈ പപ്പടം പൊരിക്കണതിന് മുമ്പേ പപ്പടത്തില് ഈ സൂചി കുത്തി കയറ്റൂലേ, ആ ലാഘവത്തോടെ അങ്ങ് എടുത്താ നീ. അത്രേ ഉള്ളൂന്നാ? എടാ എനിക്ക് വേണ്ടിയല്ലേടാ, അല്ലെങ്കിൽ ഞാനേ മൂത്ത് നരച്ച് പല്ലിക കൊഞ്ഞു പോയി സമാധിയാവോടാ. പ്ലീസ് നീ മൂത്ത് നരച്ച എനിക്കെന്താ എന്നെ കെട്ടഴിച്ചുടാ. എടേ ഇനി അവന്റെ അടുത്തെ കോംപ്രമൈസ് ആക്കാൻ നടക്കൂല. ഞാനേ പിടിച്ചുതരാം, നീ അവന്റെ മുടി ആദ്യം മുറിയേ. മക്കളെ ശൂലം പെട്ടെന്ന് കയറാൻ വേണ്ടിയാ ഉരുക്കി കയറ്റിയല്ല. ഗുഡ് ഐഡിയ ജലജേ. അയ്യോ നാട്ടുകാരെ ഓടി വരുന്ന വീട്ടുകാരെ കുറിച്ച് കൊല്ലാൻ പോടേ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിനാണ് ചെറുക്കൻ കിടന്ന് മോങ്ങിയത്. അയ്യോ ചെറുക്കൻ ജനിച്ചു വീണപ്പോ ഉള്ള അതേ മുഖച്ചായ എന്റെ കൊച്ചിന്. സംസാരിക്കില്ലേ ശൂലം ഫുള്ളും കുത്തിക്കയറ്റിയേ വാ മൊത്തം കീറിയിരിക്കുകയാണ്. ഒരു പരിഹാരം ആയില്ലേ, ഇനി എന്താണ് അടുത്ത പരിഹാരം? അടുത്തത് പരിഹാരം നമ്പർ 2. വീട്ടിലെ ഗ്രഹനാഥ നാട്ടുകാരുടെ വായിലിരിക്കുന്ന തെറി കേൾക്കണം. സ്വാമി ഇതിന്റെ ആവശ്യമുണ്ടോ? അവളെന്നും നാട്ടുകാരനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഒരു പരിഹാരമായില്ലേ? പോരാ, ഒരു കാരണവുമില്ലാതെ ആയിരിക്കണം നാട്ടുകാർ തെറി വിളിക്കേണ്ടത്. തിരിച്ച് കമാന്നൊരക്ഷരം മിണ്ടരുത്. എന്തിനേച്ചി എന്നെ വരാൻ പറഞ്ഞ? ചന്ദ്രൻ നീ എന്നെ 4 വരി പച്ചത്തറ വിളിച്ചാണ്. എന്ത് 4 വരി പാട്ട് പാടിത്തരാനാണെങ്കിൽ ഈ ചന്ദ്രി പാടിത്തരുമായിരുന്നു. സ്വന്തം ചേച്ചിയെ പോലെ കണ്ണ ചേച്ചിയുടെ മുഖത്ത് നോക്കി പച്ചത്തറ വിളിക്കാനാ? ഉണ്ട്. ഇപ്പൊ നീ എന്നെ വിളിച്ചാലേ പറ്റൂ. ഞാൻ ഒരു പ്രശ്നത്തിലായി പോയി. കമാനൊരക്ഷരം ഞാൻ തിരിച്ചു പറയൂല. ചേച്ചി വിത്ത് പ്ലഷർ വിളിച്ചോ നീ. പോടി. പോരാ, പോടി പട്ടി. എവിടെ പറയണം? കേറ്റി വിളി. പോടി പട്ടി തെന്നി. നല്ലൊരു വിളിയടി. എടി വള്ളം വലിച്ച് ചെല്ലച്ചേ. മതി 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 മതിയായി. ഇത് എന്തൊരു തെറിവിളിയോടി. ഇതൊക്കെ നീ എവിടുന്ന് പഠിക്കണം? വല്ല കോഴ്സിനും പോകണ്ടാ? എന്നും 4 വരി ബുക്കിൽ എഴുതി പഠിക്കും. ഞാൻ പോണേ. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്. അയ്യോ, മുജ്ജന്മ പാപങ്ങൾ കഴുകിക്കളഞ്ഞ ഫീൽ. ഇനി ആരെ വിളിക്കും? ശാന്തയെ വിളിക്കാം. ഹലോ ശാന്തേ. എന്നെ 2 തെറി വിളിച്ചാണ്. പാട്ടാ കമ്മറ്റിക്കുന്ന വരാത്ത ഇവളുമാരൊക്കെ നിനക്ക് സ്പെഷ്യൽ ട്യൂഷൻ പോണെന്നാണ് തോന്നുന്നത്. അയ്യോ, നാട്ടുകാരെ തെറിവിളി മൊത്തവും കേട്ട് 2ാമത്തെ പരിഹാരം കംപ്ലീറ്റ്. ഇനി അടുത്ത എന്തരാണ്? പരിഹാരം നമ്പർ 3. വീട്ടിലെ ഗ്രഹനാഥൻ വീട്ടിലുള്ളവരെ പാട്ടുപാടി ബുദ്ധിമുട്ടിക്കണം. അത് കേട്ടവർ തലങ്ങും വലങ്ങും ഓടണം. ഞാൻ സേഫായടാ. പക്ഷേ ഇവിടെ സ്വാമിക്ക് കണക്കൂട്ടിലെ തെറ്റി. ഞാൻ നല്ല പാട്ട് പാടുന്നുള്ള കാര്യം ഇങ്ങേർക്ക് അറിഞ്ഞൂടല്ല. അച്ഛൻ നന്നായിട്ട് പാടോ? ഈ പരിഹാരം ഞാൻ പൊളിക്കും. മ്യൂട്ടായിട്ട് പാടാൻ പറ്റൂ? പാട്ട് കേൾക്കുന്നവർ കൈ കൊട്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അടിക്കും, അടിപ്പിക്കും ഞാൻ. മടലിട്ട് മണ്ടയ്ക്കടിച്ചാ പോരെ. പ്രമദവനം
വീണ്ടും ഋതുരാഗം ചൂടി കൈയടിയടാ. ഇതൊക്കെ കേട്ട് എങ്ങനെ അമ്മ കൈയടിക്കണ? പോലെ ശുഭസായാരം പോലെ ദീപം കളനിഴലിൽ കൈക്കുമ്പിൾ നിറയുമ്പോൾ ഇങ്ങർക്ക് എന്തൊരു ഷോക്ക് അടിച്ചാ. വീണ്ടും മൃദുരാഗം ചൂടി. തീർന്നു. വണ്ടർഫുൾ. അടുത്തതായി ഒരു ഫാസ്റ്റ് സോങ് ആണ് രഘു സിംഗ് ചെയ്യാൻ പോകുന്നത്. മടിക്കല്ലിൻ മുക്കുത്തി ചാർത്തും മുപ്പാരിൻ അമ്മയല്ലേ, കാണും കീനാക്കിൻ പൊന്നാക്കി മാറ്റി. അമ്മ ഓടി. എനിക്ക് എങ്ങനെയും പിടിച്ചിരുന്നാലേ പറ്റൂ. എന്റെ ജീവിത പ്രശ്നമാണ്. പാടച്ചാ പാട്. അമ്മയൻ കൂടെയില്ലേ, പരശക്തിയൻ കൂടെയില്ലേ, എന്നമ്മയും തേരയില്ലേ, ഇടയ്ക്ക് ചെങ്ങളെ ഉടക്കി മദ്ദളം തകില് കുലുക്കി ചെണ്ടമേളം തുള്ളാട്ടം തുളുമ്പോൾ ഉത്സവകാലം. പാടുത്തു മുർത്തു ഞാൻ കൃതാംഗനായി. നമ്മള് സമാധിയായി. വാട്ട് ഈസ് ദ ലാസ്റ്റ് പരിഹാരം? അവസാനത്തെ പരിഹാരം, വരൻ കുമ്പസരിക്കണം. ഏതടവകയിലെ പള്ളിയിലാണ് അച്ചോ? സ്വാമി, പള്ളിയിലല്ല, നാട്ടിലിറങ്ങി നാട്ടുകാരെ കേൾക്കെ ചെയ്ത തെറ്റ് ഉറക്കെ വിളിച്ച് പറയണം. പ്രിയമുള്ള നാട്ടുകാരെ, മഹേഷാണ് സംസാരിക്കുന്നത്. ഞാൻ കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. കുടിച്ചിട്ടുണ്ട്, വലിച്ചിട്ടുണ്ട്, വലിപ്പിച്ചിട്ടുണ്ട്. സോമണ്ണ മാപ്പ്. നിങ്ങളെ കടയിൽ 25 കടി കഴിച്ചിട്ട് 5 പൈസ ഈ പടുഭാവി തന്നിട്ടുള്ളൂ. പൊറുക്കണം മാമ. കുസുമം മാമി, നിങ്ങളെന്ന ചിട്ടി പൈസ വേറെ എവിടെയും പോയിട്ടില്ല. മഹേഷ് എന്ന ഈ അപരാധി മോഷ്ടിച്ചതാണ്. എന്നിട്ടെല്ലാം കൂടെ എന്റെ പാപം ആ അനിയന്റെ തലി ഞാൻ കെട്ടിവെച്ചു. അനിയ മാപ്പ്, അനിയ മാപ്പ്. പിന്നെ നമ്മുടെ സതീശൻ എന്റെ മോളുടെ കല്യാണം മുടക്കിയത് ഒരു അഭ്യുതകാംക്ഷിയാണ്. ആ അഭ്യുതകാംക്ഷി വേറെ ആരുമല്ല, നാട്ടിലെ കണ്ണിലുണ്ണിയായ എല്ലാവർക്കും പ്രിയങ്കരനായ ഞാൻ തന്നെയാണ്. എല്ലാവരും അതുകൊണ്ട് എന്റെ കല്യാണം മുടക്കരുത്. വന്ന് സഹകരിക്കുക, സദ്യ ഉണ്ണുക, പോവുക. പ്രിയപ്പെട്ട നാട്ടുകാരെ, എനിക്കെല്ലാം മൈക്കിൽ വിളിച്ച് കൂവാൻ പറ്റില്ല. അതുകൊണ്ട് നോട്ടീസ് അടിച്ചിറക്കിയിട്ടുണ്ട്. എല്ലാരും വായിക്കുക, പൊറുക്കുക, മറക്കുക. കൊടു വലിച്ചെറിയില്ല. അവന്റെ കല്യാണം മുടങ്ങിയല്ലേ, അവൻ അങ്ങനെ തന്നെ വേണം. 10 കുടുവയും കൊണ്ട് വന്നിട്ട് പൊരുത്തം വേണം. സ്വാമി, ഒരു പൊരുത്തം നോക്കണം. അതിനെന്താ, നോക്കാലോ. ദക്ഷിണ പരിഹാരം കാണേണ്ടി വരുമോ സ്വാമി? കാണേണ്ടി വരും.